എല്ലാവരും ചർച്ച ചെയ്യുന്നത് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചാണ്. എന്നാൽ എപ്സ്റ്റീൻ ഐലാൻഡിലെ ഒരു നിഗൂഢമായ കെട്ടിടത്തിന് പിന്നിലുള്ള സത്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പലരും വിശ്വസിക്കുന്നത് അത് മൊളോക്കിനെ ആരാധിക്കാൻ നിർമ്മിച്ച ഒരു ക്ഷേത്രമായിട്ടാണ്. ഓക്കെ, ആരാണ് ഈ മൊളോക്ക്? ചരിത്രത്തിലും ബൈബിളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ബലി നൽകുന്ന കാളയുടെ രൂപമുള്ള ഒരു ഭീകര രൂപമാണിതെന്ന്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ഒരു പൈശാചിക ആരാധന ഇന്നും ലോകത്ത് തുടരുന്നുണ്ടോ? അമേരിക്കയിലെ പല ഭാഗങ്ങളും കുട്ടികളെ ബ്രീഡ് ചെയ്ത് അവരെ ഇതുപോലെ പൈശാചിക റിച്വൽസിന് വേണ്ടിയിട്ട് ക്യാഷിന് സെൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഞാൻ 2 വീഡിയോ ക്ലിപ്സ് കാണിച്ചു തരാം. We're also importing children by the plane load. Again, children who have no documentation. It's not just child slavery or child sex abuse. It's also child torture because you have adrenalized blood. You have the whole blood drinking ceremony of the satanic world. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഫേമസ് മോഡൽ 2009 വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇസ്രായേലിലെ റെഡ് ഐഫർ ചടങ്ങുകൾ മുതൽ എപ്സ്റ്റീൻ ഐലാൻഡിലെ പാർട്ടികൾ വരെ നീളുന്ന ഒരു വലിയ ചെയിൻ തന്നെ ഇതിന് ബാക്കിലുണ്ട്. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്നവർ ഇത്തരം ഡാർക്ക് റിച്വൽസ് ഏർപ്പെടുത്തുന്നു എന്നതിന്റെ സൈനാണിത്. ഇതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് ഇവരുടെ പല ആവശ്യങ്ങൾക്കായി എത്തിച്ചിരുന്നു. ഒരുപാട് പേര് രക്ഷപ്പെട്ടു, ഒരുപാട് പേര് അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കി. അയച്ച മെയിലുകളിൽ പലതും നമുക്ക് ഇവൻ തിങ്ക് ചെയ്യാൻ വരെ ക്രൂവലായി തോന്നും. ഈ ഒരു മെയിലിൽ അവർ പറയുന്നത് ബേബീസിന്റെ മീറ്റ് ആവാതിരിക്കട്ടെ. ഇവരുടെ പ്രാചീന കാലം മുതലുള്ള ആചാരങ്ങളാണ്. ഇന്നും ഈ മോഡേൺ വേൾഡിലും ഇത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ്. മണി പവർ നിലനിർത്താൻ വേണ്ടി ബ്ലാക്ക് മാജിക്, ഡാർക്ക് റിച്വൽസ്, ചൈൽഡ് സാക്രിഫൈസിങ്, ബ്ലഡ് ഡ്രിങ്കിങ് സെറമണീസ്, ഇങ്ങനെ ഒരുപാട്. എനിവേ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.